തങ്കം ഇച്ചിരി വെള്ളം അങ്ങെടുത്തേ. എടി നടരാജൻ വന്നിരുന്നാ? ഇല്ല. ഈ കഴുത എവിടെ പോയി കിടക്കാണ്? ഒരു കാര്യം ഏൽപ്പിച്ച ആകെ തലവേദനാണേ. ഒരു കാര്യം തരാം. ചിട്ടിക്കാരൻ വന്നാ? ഇല്ല ഞാൻ ആദ്യം അതൊന്നും നടക്കില്ല. അത് പൈസ ഒന്നും ഇല്ല അതില്. പൈസ കിട്ടിയില്ല അതില്. എന്താന്ന് ചോദിച്ചാ ഞാനേ അവിടെ പോയി കൊക്കരക്കോ റെസ്റ്റോറൻറ്റുകാർ ഒരു പരസ്യം തരാമെന്ന് പറഞ്ഞിരുന്നു. അത് മാറ്റിട്ട് ATM കയറിയിട്ട് പൈസ ഇത് എടുക്കുന്നുണ്ട്, പൈസ വരണില്ല. റെസിപ്റ്റ് വന്നു, പക്ഷെ പൈസ കുറേ ചെയ്യുന്നുണ്ട്. എന്താന്നാ പൈസ കുറയുന്നുണ്ട്, പക്ഷെ പൈസ വന്നില്ല, റെസിപ്റ്റും വന്നു. എടീ ഇതേ ഞാൻ ഇതിലിട്ടു, കാശ് ഇതിട്ടു വലിച്ചപ്പോ ഇത് ആദ്യത്തെ റെസിപ്റ്റ് 2500 രൂപ അതിൽ കുറഞ്ഞൊക്കെയാണ്. പക്ഷെ പൈസ വന്നിട്ടില്ല. രണ്ടാമത് എടുത്തപ്പോഴും വന്നു, അത് വന്നു, പക്ഷെ അത് പൈസ കുറഞ്ഞൊക്കെയാണ്. മനസ്സിലാവില്ല. ക്ലീറ്റോ നോണ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവാൻ പെട്ടെന്ന്. നീ എന്താ പറയണേ? നാടകം കളിക്കണ്ട, മര്യാദക്ക് പൈസ എടുക്ക്. ഏത് പൈസ? ATM ഈ കാർഡ് ഇട്ട് എടുത്ത പൈസ ATM പൈസ വന്നില്ല എന്ന് പറയുമ്പോ പിന്നെന്താ? അതെങ്ങനെ വരാതിരിക്കും ക്ലീറ്റോ? എല്ലാവരും പറയും ATM ഈ സാധനം ഇട്ട് എടുക്കാൻ പറ്റും പൈസ, പിന്നെ ക്ലീറ്റോയ്ക്ക് മാത്രം എന്താ പറ്റാത്ത? എടി അത് എന്റെ അപ്പച്ചനല്ല അതിനകത്ത് ഇരിക്കണേ. അതിനകത്ത് പൈസ ഉണ്ടെങ്കിൽ വരും. പൈസ ഇല്ലാതെ അതിനകത്ത് എങ്ങനെയാ പൈസ പോയത്? എങ്ങനെയാ പോയത്? 2500 രൂപ വെച്ച് അത് ഞാൻ 3 പ്രാവശ്യം നോക്കിയപ്പോഴും അത് കുറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും കളിക്കല്ലേ? ഇപ്പൊ ചിട്ടിക്കാരൻ വരും കേട്ടാ. എല്ലാ ദിവസവും പോലെ ഞാൻ വല്ല പറഞ്ഞ കൂടി പോകും. ആവശ്യമില്ലാത്ത ഏണി ഞാൻ എടുത്ത് തലേ വെച്ചോലെ സംഭവിക്കാൻ ഒരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപകാരം ചെയ്യേണ്ട ദൈവത്തെ വെറുതെ പൈസ വെറുതെ ആദ്യം പിടിപ്പിക്കില്ലേ? എടി പൈസ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? കളിക്കല്ലേ ക്ലീറ്റ്? എനിക്ക് ഭ്രാന്ത് കയറും. നീ ചുമ്മാ ഇരുന്നേ. എടി പൈസ അതിലില്ലാതെ അവനെ വിളിച്ച് ചോദിക്കാം, അതിലെ പൈസ ഉണ്ടോന്ന് ചോദിക്കാം അവരുടെ അക്കൗണ്ടില്. ഇതെന്താ ക്ലീറ്റോ? അത് വേറെ പൈസ. അത് ഞാൻ പരസ്യം ചോദിച്ചാൽ ഹോട്ടലിൽ അവര് പരസ്യത്തിന് വന്ന പൈസ. എടി അത് നോട്ടീസ് അടിക്കാം. നീ പൈസ എന്റെ പൈസ കളിക്കാതെ എടുക്ക്. എടി അത് പാർട്ടി കണക്കുള്ള പൈസയാണ്. കണക്കുണ്ട്, എനിക്കും എന്റെ പൈസക്ക് കണക്കുണ്ടല്ലോ. ഏത് സമയത്ത് എനിക്ക് തോന്നിയോന്തോ പെണ്ണിനെ സഹായിക്കാന്നും പറഞ്ഞു. ആരാ? ചിട്ടി പൈസ വാങ്ങാൻ വേണ്ടി വന്നു. അവരവിടെ ഇല്ല, ഇവിടെ തന്നിട്ടുണ്ട് പൈസ. ഇപ്പൊ തരാട്ടാ. ചിട്ടി പൈസ അതിന്റെ അടുത്ത് കൊടുക്കരുത്. പൈസ അല്ല നീ എനിക്ക് കനകം ചെയ്യുന്ന മുമ്പിൽ നാണം കെടാൻ വയ്യ. ഞാൻ കൊടുക്കും. ഇത് ആ പൈസ അല്ല തങ്ക. നീ ആ പൈസ അല്ലെങ്കിൽ ഏത് പൈസ ആണെങ്കിലും ഞാൻ കൊടുക്കും. നിങ്ങളെല്ലാം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. പൈസ ഇതിനകത്ത് പോയിട്ടുണ്ട്. നിങ്ങളെ കുറെ നാളായി കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് പൊട്ടി അങ്ങോട്ട് മിണ്ടരുത്. നിങ്ങൾ നീ കനകനെ വിളിച്ച് ചോദിക്കും അവന്റെ പൈസ ഇതിന്ന് പോയിട്ടുണ്ടോ. പൈസ പോയതിന് തെളിവുണ്ടല്ലോ. അത് മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. കംപ്ലൈന്റ്. നീ കളിക്കാതെ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു പ്രാവശ്യം. തങ്കം നിന്നാണ്, കർത്താവിനാണ്, ഞാനാണ്, നമ്മുടെ മോളാണ് സത്യം. എടി ആ പൈസ അല്ല ഇത്. ആ പൈസ അല്ലെങ്കിൽ വേണ്ട. ഈ പൈസ എടുത്തേ. ഞാൻ കൊല്ലും. ഞാൻ മിണ്ടായിരുന്നു ക്ലീറ്റോ. പൈസ അയാൾക്ക് കൊടുക്കല്ലേ, അത് കൊടുത്താൽ മതി. എനിക്കിപ്പോ നടരാജ് വരുമ്പോ 2500 അല്ലേ? എത്രയുണ്ട് നോക്കി? 2 അല്ലേ? മര്യാദയ്ക്ക് എനിക്ക് എന്റെ പൈസ കിട്ടണം. ഉള്ള കാര്യം ഞാൻ പറയാം. നീ ആങ്ങളെ സഹായിക്കുക എന്തോ ചെയ്തോ, പക്ഷേ അത് എന്റെ പാർട്ടിയുടെ പൈസ ആണ്. അത് വാങ്ങാൻ നടരാജ ഇപ്പോൾ വരും. എനിക്ക് കാശ് കിട്ടണം. പൈസ ഇരിക്കണം, എടുത്തോണ്ടേ. തമാശ നീ കളിക്കാതെ പൈസ എടുക്കാൻ. എടി ഞാൻ പറയണമെന്ന് വിശ്വസിക്ക്. നിനക്ക് ലോകത്തുള്ള എല്ലാവരും പറയുന്ന വിശ്വാസമാണ്. ഈ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കരുത് കേട്ടാ. വിശ്വസിക്കണ്ടേ? നീ വിശ്വസിക്കണ്ട. എനിക്കെന്റെ കാശിപ്പ കിട്ടണല്ലേ എന്റെ വിധം ഞാൻ പറഞ്ഞേക്കാം. കളിക്കുന്നവള് ഈ കുന്തത്തിലാണെങ്കിൽ പൈസയില്ല. അല്ലേ ഞാൻ എന്നെ പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്ത ഏണി എടുത്ത് ഞാൻ തലയിൽ വെച്ചത് ആ പെണ്ണിനെ സഹായിക്കാനെന്നും പറഞ്ഞു. കഴിഞ്ഞോ? നീ കളിക്കരുത്, കാശ് എടുക്കുന്നത് കഴിഞ്ഞോണ്ട്. ക്ലീറ്റോ നല്ല രസമുണ്ട് ക്ലീറ്റോ അഭിനയിക്കണം കാണാൻ. മദ്യം നിർത്തിക്കോ ക്ലീറ്റോ. 1500 രൂപ ക്ലീറ്റോന്റെ കയ്യിലുണ്ടായി. ബാക്കി പൈസ എവിടെ പോയി എന്ന് എനിക്കറിയാം.
എടിയ കഴുത 1500 രൂപ പാർട്ടിയുടെ നോട്ടീസ് അടിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ എന്താ കൊടുന്ന് തപ്പണത് എന്താ? എന്തിനു തപ്പണ? പാർട്ടിയുടെ ഞാൻ എന്റെ ഭർത്താവ് ഇത് നിന്നെ നീ കൂടുതൽ എനിക്കിത് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എനിക്ക് എന്റെ കാശ് എടുത്തു തന്നെ. എന്ത് കാശ്? എടി അത് കാശ് ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. തക്ലിമോക്ക് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്ന പൈസയും കൂടി എടുത്തിട്ടാണ് ഇപ്പൊ ആ ചിട്ടിക്കാരന് പൈസ കൊണ്ടുവന്ന് കൊടുത്തത്. നിന്നോട് ഞാൻ പറഞ്ഞ കൊടുക്കാൻ, നിന്നോട് ചിട്ടിക്കാരന് കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ പൈസ എടുക്കാൻ പോയത്? എടി ഈ പുല്ലില് പൈസ ഇല്ല. നിങ്ങൾ ആരോടാ ക്ലീറ്റെ പറയണത്? അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു, നിങ്ങൾ പൈസ എടുത്തു, നിങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് എവിടെയോ ചെലവാക്കി, ബാക്കി പൈസ എന്റെ ഭാര്യ വേണ്ടി കൊടുത്തടി. കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെയൊക്കെ ഭാര്യ ഉണ്ടത് ഞാനെങ്ങനെ അവളുമാരുള്ളോ ജീവിക്കണേക്കാളും എനിക്ക് കൂടുതൽ വർത്താനം പറയാൻ താല്പര്യമില്ല. മര്യാദക്ക് പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ക്ലീറ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. എനിക്ക് തന്നെ പറയണം, നീ മര്യാദക്ക് എന്റെ കാശ് എടുത്ത് തന്നോണോ? നിന്റെ ആങ്ങളേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് തരണം. ഇത് എന്റെ പൈസയാണ്, എന്റെ പാർട്ടിയുടെ പൈസ. എന്റെ ആങ്ങളുടെ പൈസ എവിടെ പോയിന്നാ ഞാൻ ചോദിച്ചത്. നിന്റെ ആങ്ങളുടെ ഈ സാധനത്തിനകത്ത് പൈസ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ എഴുതിക്കലും പൈസ പോയി എന്ന് പറഞ്ഞാൽ അത് അവനെ വിളിച്ച് ചോദിക്കുന്നേ. ക്ലീറ്റോ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര കള്ളത്തരം. ക്ലീറ്റോ മര്യാദക്ക് പൈസ തന്നെയാണ് എനിക്ക് കള്ളത്തരം ഒരുപാട് കിട്ടിയത്. കാണിച്ചു തരാം ഞാൻ. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അവള് എന്നെ കൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്തായിരിക്കും. മനഃപൂർവ്വം നടരാജൻ വരുമ്പോ ഇനി ആ നോട്ടീസ് അടിക്കാനുള്ള പൈസക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പൊട്ടിക്കൂടി, ഞാൻ പലതും ചെയ്യും. പൈസ എനിക്കും അതല്ലേ പറയാനുള്ളത്. പൈസ ഉള്ളതില്ല ഞാൻ ഇവിടെ ഇരിക്കണം. എന്തായാലും ഇവിടെ ഞാൻ കൊറേ നാളായി പറയാൻ തുടങ്ങിട്ട് പോകുന്നു. വലിയ കൊലപാതകം ഉണ്ടാവും ഇവിടെ. മര്യാദക്ക് പൈസ എടുത്തിട്ട് വന്നോ? ഇതിന് നല്ലത് നിന്നെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം തന്നെയാണ്. ഭർത്താവിനെ വിശ്വാസമില്ലാത്ത നിന്റെ ഇവിടെയൊക്കെ ജീവിക്കുന്നത് നല്ലത് അത് തന്നെ അടി.